മഹാഭാരതത്തിൻ്റെ അവസാന ഭാഗത്തോട്ട് എത്തുമ്പോൾ അവിടെ ഒരു കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്: യുധിഷ്ഠിരനും തൻ്റെ സഹോദരങ്ങളെല്ലാവരും, പഞ്ചപാണ്ഡവന്മാർ, ദ്രൗപദിയോടൊപ്പം യുദ്ധത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ്. മോക്ഷം നേടുക എന്നതാണ് അവരുടെ ആത്യന്തികപരമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യം നേടാനായിട്ട് കാൽനടയായിട്ട് ഇവരിങ്ങനെ സ്വർഗത്തിലേക്ക് പോവാം. അവരെ അനുനയിച്ചുകൊണ്ട് ഒരു നായ അവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ പടിവാതിലേക്ക് എത്തുകയാണ്. യുധിഷ്ഠിരനൊഴികെ ബാക്കി എല്ലാവരും തന്നെ മരണപ്പെട്ടു, എല്ലാവരും വീണുപോയി. യുധിഷ്ഠിരനും നായയും മാത്രമാണ് ഈ സ്വർഗ കവാടത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത്. യുധിഷ്ഠിരനോട് ചോദ്യം വരികയാണ്: നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. യുധിഷ്ഠിരന്റെ മറുപടി: എന്നോടൊപ്പമുള്ള നായയോട് കൂടെ അല്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. വീണ്ടും എത്തുകയാണ് മറുപടി: സ്വർഗവാതിൽ നായയ്ക്ക് മുമ്പിൽ തുറക്കപ്പെടില്ല. ഇത് നിനക്കുള്ള വാതിലാണ്, നിനക്ക് മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ കൂടെയുള്ള നായയോടൊപ്പമല്ലാതെ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം യുധിഷ്ഠിരൻ അവിടെ കാണിക്കുക. നമുക്കിപ്രകാരം ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കൂടെയുള്ള ഒരുവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനോടും കൂടെ ചേർന്ന് നിന്ന് ഈ ആരാധനയിൽ ഞാൻ പങ്കുകൊള്ളാം എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവനെയും കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ ആധ്യാത്മിക സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ? എൻ്റെ കൂടെ പ്രയാസം അനുഭവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടോ? അപ്പോഴാണ് നമുക്ക് മുമ്പിൽ ഇങ്ങനെ വാളായി വേദവചനം നിൽക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാ: നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരുന്നാലുമെന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രമാണമില്ലാത്ത ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? പ്രിയമുള്ളവരെ, ഒരുവനില്ലാത്തത് പറഞ്ഞ് പരിഹസിക്കുന്നത് വലിയ മേന്മയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരുവനില്ലാത്തത് പറഞ്ഞ് പരിഹസിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്തെങ്കിലും മുൻപന്തിയിൽ ഞാൻ ആയിപ്പോയത് കൊണ്ട് എൻ്റെ പിറകിലുള്ളവർക്കൊന്നും പ്രിവിലേജ് ഇല്ലെന്നും അവരൊന്നും ഇതിന് അർഹരല്ലെന്നുമുള്ള ചിന്ത നമ്മുടെ ഇടയിലേക്ക് വരരുത്. അനീതി എന്ന അഭക്തിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കേവലം നോമ്പ് നോക്കുന്നതോ ദാനധർമ്മം ചെയ്യുന്നതോ മാത്രമല്ല ലിറ്ററലി അനീതി എന്ന് പറയുന്നു. മറിച്ച് ഓർമ്മയിലിരിക്കേണ്ട കാര്യം വോയിസ് ഓഫ് ദ വോയിസ്ലെസ്. ആർക്കാണോ നമ്മുടെ സ്വരം കൊണ്ട് ആവശ്യം അവന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ നീതിപൂർവമായി ജീവിക്കുന്നു എന്ന ചിന്ത നമ്മളെ ഭരിക്കണം.